Welcome to Triple ACC official YouTube channel. Myself Dilsha, your ACCA mentor at Triple Commerce Academy. നമുക്ക് സെക്ഷൻ ബിയിലോട്ട് കിടക്കാം. സെക്ഷൻ ബിയില് സോ ആൻഡ് ലൂക്ക് എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ സിനാരിയോ തന്നിട്ടുണ്ട്. ദ ഫോളോയിങ് സിനാരിയോ റിലേറ്റ്സ് ടു ദ നെക്സ്റ്റ് 5 ക്വസ്റ്റ്യൻസ്. നെക്സ്റ്റ് 5 ക്വസ്റ്റ്യൻസിലോട്ടുള്ള സിനാരിയോ നമുക്ക് അവൈലബിൾ ആണ്. ഒന്ന് വായിച്ചു നോക്കാം. എല്ലാവരും ഒന്ന് വായിച്ചു നോക്കുക, എന്നിട്ട് നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ Zoe and Luke are brother and sister. They died within a few months of each other. Zoe died on 17th February 2023. She had always used her annual exemption in April each year and had made the following additional gifts during her lifetime. On 21st March 2016, Zoe made a cash gift of $633,000 to a trust. ട്രസ്റ്റിനാണ് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്. ട്രസ്റ്റിന് ട്രാൻസ്ഫർ ചെയ്യാന്ന് പറയുമ്പോൾ അതെന്താ, CLT ആണ്. ഓക്കെ, CLT ആകുമ്പോൾ നമുക്ക് എങ്ങനെയാണ്, അത് ലൈഫ് ടൈമും ഓൾസോ നമുക്ക് ഡെത്തിലും അത് ടാക്സബിൾ ആണ്. ഓക്കെ, ഇനി Zoe paid the inheritance tax arising from this gift. ഇതിൽ ആരാണ് IHT പേ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ആണ് പേ ചെയ്യുന്നത്. സോ ആണ് ക്യാഷ് ഗിഫ്റ്റ് ചെയ്യുന്നത്. സോ ആണ് പേ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ പേ ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ആരാണ്, ഡോണർ ആണ് പേ ചെയ്യുന്നത്. ഡോണർ പേ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്, ഗ്രോസപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ബാക്കി നോക്കാം. ദ നിൽ റേറ്റ് ബാൻ ഫോർ ദ ടാക്സ് ഇയർ 2015-16 ഈസ് 3,25,000. നിൽ റേറ്റ് ബാൻഡ് എത്ര ഉണ്ടെന്ന് തന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ്, ഓൺ 17th August 2019 Zoe made a further cash gift of 200,000 to the trust. ട്രസ്റ്റിന് തന്നെയാണ് വീണ്ടും ചെയ്തിട്ടുള്ളത് 200,000. The trustees paid the IHT arising from the gift. ഇവിടെ ട്രസ്റ്റീസ് ആണ് പേ ചെയ്യുന്നത്. The nil rate band for the tax year 2019-20 is 3,25,000. നെക്സ്റ്റ് ലൂക്കിന്റെ കേസാണ്. ലൂക്ക് died on 10th October 2022. He was survived by 2 adult children, a son and a daughter. Luke's wife had died on 25th July 2008. 2022 ലൂക്ക് മരണപ്പെട്ടു. ലൂക്കിന്റെ വൈഫ് 2008 മരണപ്പെട്ടിട്ടുണ്ട്. On 7 March 2021, Luke had made a cash gift of 2,70,000 to his daughter as a wedding gift when she got married. വെഡിങ് ഗിഫ്റ്റ് ആയിട്ട് എത്ര കൊടുത്തിട്ടുണ്ടെന്ന് പറയണത്, 2,70,000 കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇനി ലൂക്ക് ഹാഡ് ഓൾസോ പെയ്ഡ് ഹിസ് സൺസ് യൂണിവേഴ്സിറ്റി ട്യൂഷൻ ഫീസ് ഇൻ ഈച്ച് ഓഫ് സെപ്റ്റംബർ 2020, 2021 and 2022, making the payment directly to the university. He was advised that these payments were exempt from IHT under the normal expenditure out of income exemption. On her death, Luke's wife had left 2,40,000 to their daughter and remainder of her estate to Luke. She made no lifetime transfers. The nil rate band for the tax year 2008 and 9 was 3,12,000. ഓക്കെ, അപ്പം അത്രയാണ് നമുക്ക് സിനാരിയോ തന്നത്. ഇനി ഓരോ ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കാം. Which two of the following statements about Luke's payment of his son's university tuition fees are correct? ഇവിടെ നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട് ലൂക്ക് അയാളുടെ മകൻ്റെ യൂണിവേഴ്സിറ്റി ഫീസ് പേയ്മെൻറ്റ് നടത്തുന്നതിനെ പറ്റിയിട്ട്. അതിനെ പറ്റിയിട്ട് ഏതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഓപ്ഷൻ എ, സ്റ്റേറ്റ്മെൻറ്റ് 1 നോക്കാം. ദ പേയ്മെൻറ്റ് കുഡ് ബി എക്സംപ്റ്റ് വിത്തൗട്ട് എനി ക്യാഷ് ലിമിറ്റ് അണ്ടർ ദ നോർമൽ എക്സ്പെൻഡിച്ചർ ഔട്ട് ഓഫ് ഇൻകം എക്സംഷൻ. അത് റൈറ്റ് ആണോ റോങ് ആണോ, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഒന്ന് തിങ്ക് ചെയ്ത് നോക്കിയേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് നോർമൽ എക്സ്പെൻഡിച്ചർ ഔട്ട് ഓഫ് ഇൻകം എന്നുള്ള രീതിക്ക് നമുക്കൊരു എക്സംഷൻ ഉണ്ട്. IHTയിൽ നമുക്ക് എക്സംപ്റ്റ് ആയ കേസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് നോർമൽ എക്സ്പെൻഡിച്ചർ ഔട്ട് ഓഫ് ഇൻകം. അതെന്ന് പറയുന്നത് നമുക്കറിയാം റെഗുലർലി ഇപ്പോൾ ഓരോ ഇയർ വൈസ് അല്ലെങ്കിൽ മന്ത് വൈസ് നമ്മുടെ സ്റ്റാൻഡേർഡിനെ അഫക്റ്റ് ചെയ്യാത്ത രീതിക്ക് നമ്മളൊരു ഗിഫ്റ്റ് അല്ലെങ്കിൽ ഒരു പേയ്മെൻറ്റ് നടത്തുന്നുണ്ട്. അത് നമ്മുടെ സണ്ണിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഗ്രാൻഡ് ഡോട്ടർക്ക് വേണ്ടിയിട്ടൊക്കെ ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒരു നോർമൽ എക്സ്പെൻഡിച്ചർ ഔട്ട് ഓഫ് ഇൻകം എന്ന രീതിക്ക് നമുക്കത് എക്സംപ്റ്റ് ആണോ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് റൈറ്റ് ആണ്. ഇനി നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയേ, ദ പേയ്മെൻറ്റ് കുഡ് നോട്ട് ബി എക്സംപ്റ്റ് എന്ന് പറയുന്നത്. അഫ്കോഴ്സ് അത് റോങ് ആണ്. അതുവരെ വായിക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും അത് റോങ് ആണെന്നുള്ളത്. നമുക്ക് ആ ഒരു ഓപ്ഷൻ ഇപ്പം തന്നെ കളയാം. ഇനി നെക്സ്റ്റ് വൺ,
The payment must have been reported each tax year to HMRC in Luke's income tax return to qualify for the normal expenditure out of the income exemption. ഈ നോർമൽ എക്സ്പെൻഡിച്ചർ ഔട്ട് ഓഫ് ഇൻകം എക്സംഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പേയ്മെൻറ്റിനെ പറ്റിയിട്ട് ഈച്ച് ഇയറിലും നമ്മൾ HMRC ഇൻകം ടാക്സ് റിട്ടേണിൻ്റെ ടൈമിൽ നമ്മൾ ഇൻഫോം ചെയ്യണം അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യണം എന്നാണ് പറയണത്. അതിൽ നമുക്ക് തെറ്റുണ്ട്. ഇൻകം ടാക്സ് റിട്ടേൺ അല്ല, അവിടെ എന്താണ് IHTൻ്റെ സമയത്താണ്, ആ ഒരു ഡെത്തിൽ IHTൻ്റെ റിപ്പോർട്ട് കൊടുക്കുമ്പോഴാണ് നമ്മൾ പറയേണ്ടത്, അല്ലാതെ ഇൻകം ടാക്സിൻ്റെ ടൈമിലല്ല. സോ അത് റോങ് ആണ്. ഇനി നെക്സ്റ്റ് ഓപ്ഷൻ അപ്പോൾ എന്തായാലും റൈറ്റ് ആണ് നമുക്കറിയാം, എങ്കിലും നമുക്കൊന്ന് വായിച്ചു നോക്കാം. ദ പേയ്മെന്റ്സ് മസ്റ്റ് ഹാവ് ലെഫ്റ്റ് ലൂക്ക് വിത്ത് സഫിഷ്യൻറ്റ് ഇൻകം ടു മെയിൻറ്റെയിൻ ഹിസ് യൂഷ്വൽ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ടു ക്വാളിഫൈ ഫോർ ദ നോർമൽ എക്സ്പെൻഡിച്ചർ ഔട്ട് ഓഫ് ഇൻകം എക്സംഷൻ. നോർമൽ എക്സ്പെൻഡിച്ചർ ഔട്ട് ഓഫ് ഇൻകം എക്സംഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ എന്താവണമെന്നാണ് പറയുന്നത്, ആ ഒരു പേയ്മെൻറ്റ് നടത്തിയാലും അത് ലൂക്കിൻ്റെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിനെ ബാധിക്കുന്നില്ല എന്നുള്ള രീതിക്കാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് അത് എന്തായിട്ട് മാറുള്ളൂ, നോർമൽ എക്സ്പെൻഡിച്ചർ ഔട്ട് ഓഫ് ഇൻകം എക്സംഷൻ എന്ന രീതിക്ക് നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അതിന് അങ്ങനെ ക്വാളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ 2 പോയിൻ്റാണ് റൈറ്റ് ആൻസർ എന്ന്. ഓക്കെ, ജസ്റ്റ് നമ്മൾ പഠിച്ചിട്ടുള്ള ആ ഒരു എക്സംറ്റ് ട്രാൻസാക്ഷനെ പറ്റിയിട്ട് തന്നെ എങ്ങനെയാണ് എപ്പോഴാണ് ആ IHT എക്സംഷന് ഏത് കേസാണ് നോർമൽ എക്സ്പെൻഡിച്ചർ ഔട്ട് ഓഫ് ഇൻകം എന്ന കേസിൽ നമുക്കൊരു എക്സംഷൻ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞത് ക്വസ്റ്റ്യൻ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്, വാട്ട് ഈസ് ദ amount of gross chargeable transfer made by Zoe on 21st March 2016? ഗ്രോസ് ചാർജബിൾ ട്രാൻസ്ഫർ 21st March 2016 ചെയ്ത ആ ഒരു എമൗണ്ടിൻ്റെ ഗ്രോസ് ചാർജബിൾ ട്രാൻസ്ഫർ എത്രയാണെന്നാണ് നമ്മളോട് ചോദിക്കണം. വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് ഗ്രോസ് ചാർജബിൾ ട്രാൻസ്ഫർ മെയ്ഡ് ബൈ Zoe on 21st March 2016? നമുക്കിവിടെ നോക്കി നോക്കാം. 21st March 2016 ഇവിടെ എന്താ പറയുന്നത്, Zoe made a cash gift of 6,33,000 ആണെന്ന് പറയുന്നുണ്ട്. എന്നാണ് അത് ചെയ്തിട്ടുള്ളത്? മാർച്ചിലാണ്. നമുക്കറിയാം ഏപ്രിലിൽ തന്നെ ആനുവൽ എക്സംഷൻ എല്ലാം എടുത്തു. അപ്പോൾ ഇത് ഓൾറെഡി ആനുവൽ എക്സംഷൻ കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് ആണ് നമുക്കറിയാം. പിന്നെ ഇനി എന്താണ് നമുക്ക് നോക്കേണ്ടത്, നിൽ റേറ്റ് ബാൻഡ് 3,25,000 നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടത്, ഗ്രോസ് ചാർജബിൾ ട്രാൻസ്ഫർ എത്രയാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് എത്രയാണ് നിൽ റേറ്റ് ബാൻഡ്? 3,25,000 വരെ നമുക്ക് നിൽ റേറ്റ് ബാൻഡ് അവൈലബിൾ ആണ്. $3,25,000 റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് 3,80,000 ആയിട്ട് മാറും. ഇനി നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത് ഗ്രോസ് ട്രാൻസ്ഫർ ആണ്, എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാണ് എന്ത് നെറ്റ് ചാർജബിൾ ട്രാൻസ്ഫർ എന്ന്, അല്ലെങ്കിൽ എല്ലാ എക്സംഷനും കഴിഞ്ഞിട്ട് നമ്മുടെ നെറ്റ് ചാർജബിൾ ട്രാൻസ്ഫർ എന്ന് പറയുന്ന എമൗണ്ട് ഇതാണ്. അതിൻ്റെ കൂടെ നമ്മൾ എന്തും കൂടെ കൂട്ടണം, നമ്മൾ ഓൾറെഡി ടാക്സ് എത്രയാണ് പേയ്മെൻറ്റ് നടത്തിയെന്നുള്ളതും കൂടെ കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ടാക്സിന് എത്രയാണ് പോകുന്നതും കൂടെ കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഗ്രോസ് ചാർജബിൾ ട്രാൻസ്ഫർ കിട്ടും. നമുക്കറിയാം ഗ്രോസ് ചാർജബിൾ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് നെറ്റ് ചാർജബിൾ ട്രാൻസ്ഫറിൻ്റെ കൂടെ ടാക്സ് ആയിട്ട് എത്രയാണ് കൊടുക്കുന്നതെന്ന്. അപ്പോൾ ഇവിടെ എത്രയാണ് നമ്മൾ ടാക്സ് ആയിട്ട് കൊടുക്കുന്നതെന്ന് കാണാൻ 3,08,000 മുകളിലാണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ 8,000 മുകളിൽ എത്ര പെർസെൻറ്റേജ് ആണ് നമ്മൾ കൊടുക്കുന്നത്? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് Zoe ആണ് പേയ്മെൻറ്റ് നടത്തുകയെന്ന് പറയുന്നുണ്ട്. Zoe പേയ്മെൻറ്റ് നടത്തുമ്പോൾ നമുക്കറിയാം എന്ത് ചെയ്യണം, നമ്മൾ ഗ്രോസ് അപ്പ് ചെയ്യണം. അപ്പോൾ 20/80 × 20/80 ചെയ്ത് കഴിഞ്ഞാൽ 77,000 ആണ് നമ്മൾ ടാക്സിൻ്റെ കേസിൽ പറയുന്നത്. അപ്പം നമുക്കറിയാം ഇനി നമുക്ക് ഏതൊക്കെ കൂടിയിട്ട് അഡീഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമുക്ക് കിട്ടുക, എത്രയാണ് നമ്മൾ കൊടുക്കേണ്ടതെന്നുള്ളത് നമുക്ക് കിട്ടാൻ, എത്രയാണ് ഗ്രോസ് ചാർജബിൾ ട്രാൻസ്ഫർ എന്ന് കിട്ടാൻ വേണ്ടിയിട്ട് 3,85,000 ആണ് നമുക്ക് ഗ്രോസ് ചാർജബിൾ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്.
ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് ഗ്രോസ് ചാർജബിൾ ട്രാൻസ്ഫർ മെയ്ഡ് ബൈ സോ ഓൺ 21st March 2016? 21st March 2016 എത്രയാണ്, വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് ഗ്രോസ് ചാർജബിൾ ട്രാൻസ്ഫർ എന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ ഗ്രോസ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ ഗ്രോസ് എന്ന് പറയുമ്പോൾ അതെന്താണ്? നെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എല്ലാ എക്സംഷനും കഴിച്ചിട്ടുള്ള എമൗണ്ട് ആണ് നെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എക്സംഷൻ റെഡ്യൂസ് ചെയ്യുന്നതിന്റെ മുന്നേ അത് എത്രയായിരുന്നു ആ എമൗണ്ട്, എത്രേൻ്റെ മുകളിലാണ് എന്നുള്ളതാണ് നമ്മളോട് ഗ്രോസ് ചാർജബിൾ ട്രാൻസ്ഫർ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മാർച്ച് 2016 കേസാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ എത്രയാണ്, 6,33,000 ആണ് ഗിഫ്റ്റ് ചെയ്തത്. ഓക്കെ, അത് ട്രസ്റ്റിനാണ്. ആരാണ് ചെയ്തത് എന്നുകൂടെ നമ്മൾ ശ്രദ്ധിക്കണം. സോ ആണ് പേയ്മെന്റ് നടത്തുന്നത്. സോ പേയ്മെന്റ് നടത്തുക എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, ഡോണർ പേയ്മെന്റ് നടത്തുമ്പോൾ എത്രയാണ് നമ്മുടെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഗ്രോസ് അപ്പ് ചെയ്യണം. അപ്പോൾ അത് ശ്രദ്ധിക്കാം. പിന്നെ ഇവിടെ നമുക്ക് എത്രയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്, ഇത് ഓൾറെഡി എക്സംഷൻ കഴിച്ചിട്ടുള്ള എമൗണ്ട് ആണ്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയണത് എന്താ, നെറ്റ് ചാർജബിൾ ട്രാൻസ്ഫർ ആണ്. ഇനി നമ്മൾ ഓൾറെഡി എന്തുകൂടെ കുറച്ചിട്ടുണ്ടാവും, ഈ നെറ്റ് ചാർജബിളിൻ്റെ കൂടെ ഗ്രോസ് ചാർജബിൾ ട്രാൻസ്ഫർ കണ്ടുപിടിക്കാൻ നമ്മൾ നെറ്റ് ചാർജബിൾ ട്രാൻസ്ഫറിൻ്റെ കൂടെ എന്തുകൂടെ കൂട്ടണം, നമ്മുടെ ടാക്സ് എമൗണ്ട് എത്രയാണെന്നുള്ളതും കൂടെ കൂട്ടിയാലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ 633,000 നമ്മൾ എന്ത് റെഡ്യൂസ് ചെയ്യണം, നമ്മുടെ ഈ 325,000 വരെ നമുക്ക് എന്താണ്, എക്സംപ്റ്റ് ആണ്. നമുക്ക് നിൽ റൈറ്റ് ബാൻഡ് ഇത്രയും അവൈലബിൾ ആണ്. അപ്പോൾ ബാലൻസ് എത്രയാണ് നോക്കുക, -3,25,000 എന്ന് ചെയ്ത് കഴിഞ്ഞാൽ 3,08,000 മുകളിലാണ് പിന്നെ നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ 3,08,000 മുകളിൽ നമ്മൾ എത്രയാണ് ചാർജബിൾ ആയിട്ടുണ്ടാവുക, എത്ര പെർസെൻറ്റേജ് ആണ് നമുക്കറിയാം. നമ്മൾ ഗ്രോസ് അപ്പ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇൻറ്റു 20/80 എന്ന് പറയുമ്പോൾ എത്രയാ, 77,000 ആണ് നമുക്ക് ചാർജബിൾ ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ ടാക്സ് എമൗണ്ട് ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ നെറ്റ് ചാർജബിൾ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് 633,000 പ്ലസ് നമ്മുടെ 77,000 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്ലസ് ആൻസർ എന്ന് പറയുന്നത് 710,000 കിട്ടും. ഓക്കെ, ഇത് തന്നെയാണ് എല്ലാവർക്കും കിട്ടിയത്. 710,000 ആണ് നമുക്ക് ആൻസർ കിട്ടിയത്. ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ, ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. What is the additional IHT which will be payable as a result of Zo's death in respect of the transfer made on 17th August 2019, assuming that the nil rate band has been completely used by the gross chargeable transfer made by Zo on 21st March 2016? ഇവിടെ എന്താണ് പറയുന്നത്, അഡീഷണൽ IHT പേയബിൾ നമുക്ക് 17th August 2015 ഒരു അഡീഷണൽ 17 August 2015 അഡീഷണൽ ട്രാൻസ്ഫർ ഉണ്ട്. ക്യാഷ് തന്നെയാണ്, ട്രസ്റ്റിലോട്ട് തന്നെയാണ്. പക്ഷെ ഇവിടെ എന്താണ് പറയുന്നത്, എന്ത് അസ്യൂം ചെയ്തിട്ടാണ് നമ്മളോട് പറയുന്നത്, നിൽ റേറ്റ് ബാൻഡ് ഫുള്ളി യൂസ് ചെയ്തിട്ടുണ്ട് എന്ന രീതിക്ക് നമ്മൾ അസ്യൂം ചെയ്തിട്ടാണ് നമ്മളോട് പറയുന്നത്. അപ്പോൾ എത്രയാണ് ഇവിടുത്തെ എമൗണ്ട്, 200,000 ആണ് എമൗണ്ട് വരുന്നത്. അപ്പോൾ ഈ 200,000 എന്നാണ്, 2019 കൊടുക്കുന്നത്, 2019 ഓഗസ്റ്റ്. അപ്പോൾ ഓഗസ്റ്റ് 2019 നമ്മൾ ക്യാഷ് ഗിഫ്റ്റ് ചെയ്തു. 2019, 20, 21, 22, 23 നമ്മൾ ഓഗസ്റ്റ് 2019 എന്നാണ് മരണപ്പെടുന്നത്, സോ ഫെബ്രുവരി 23 അപ്പോൾ ഓഗസ്റ്റ് 2019, ഓഗസ്റ്റ് 2020, ഓഗസ്റ്റ് 2021, ഓഗസ്റ്റ് 2022, ഓഗസ്റ്റ് 2023 ഫെബ്രുവരി 2023 ആവുമ്പോൾ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, നമുക്ക് ഓൾറെഡി എന്തില്ല, നിൽ റേറ്റ് ബാൻഡ് ഇല്ല, ബട്ട് നമുക്ക് എന്തുണ്ട്, ടേപ്പർ റിലീഫ് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, ഈ ടേപ്പർ റിലീഫ് നമുക്ക് എപ്പോഴാണ് അവൈലബിൾ, ഡെത്ത് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ടാക്സ് റേറ്റ് എത്ര, 200,000 മുകളിൽ നമുക്ക് ഡെത്ത് റേറ്റ് എത്രയാണ് വരുന്നത്, 40% ആണ് നമുക്ക് ഡെത്ത് റേറ്റ് വരുന്നത്. ഇപ്പോൾ ഡെത്ത് റേറ്റ് എന്ന് പറയുമ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് ടാക്സ് എന്ന് പറയുന്നത് 80,000 ആണ്. അതിൻ്റെ മുകളിലാണ് നമുക്ക് 3 to 4 ഇയർ എന്ന് പറയുമ്പോൾ നമുക്ക് എത്രയാണ്, 3 to 4 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ ടേപ്പർ റിലീഫ് എത്രയാണ് നമുക്ക് അവൈലബിൾ ആവുക, 20% ആണ് അവൈലബിൾ ആവുക.
ഓക്കെ 20% ആണ് നമുക്ക് അവൈലബിൾ ആവുക. അപ്പോൾ 80,000 ഇൻറ്റു 20% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16,000 ആണ്. $18,000 16,000 കുറച്ച് കഴിഞ്ഞാൽ 64,000 ആണ്. അപ്പോൾ ഇത്രയാണ് കിട്ടിയത്. ഇതിൽ നിന്ന് നമുക്ക് എന്തുകൂടെ റെഡ്യൂസ് ചെയ്യണം? ഇവിടെ എന്താണ്, ട്രസ്റ്റിനാണ് പേയ്മെൻറ്റ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തുകൂടെ ഉണ്ട്, ലൈഫ് ടൈം ടാക്സ് നമ്മൾ എത്രയാണ് പേയ്മെൻറ്റ് നടത്തിയത് അതുകൂടെ റെഡ്യൂസ് ചെയ്യണം. അപ്പോൾ ലൈഫ് ടൈം ടാക്സിൻ്റെ റേറ്റ് എത്രയാണ്? ഡെത്ത് നമുക്ക് 40 ആണ്. ലൈഫ് ടൈം ആണെന്നുണ്ടെങ്കിൽ എത്രയാണ് പെർസെൻറ്റേജ് വരുന്നത്? ലൈഫ് ടൈം ആണെന്നുണ്ടെങ്കിൽ 20% ആണ്. അപ്പോൾ ഏതിൻ്റെ മുകളിൽ, നമ്മുടെ 200,000 മുകളിൽ 20% നമ്മൾ ടാക്സ് ഓൾറെഡി, ലൈഫ് ടൈം ടാക്സ് ഓൾറെഡി പെയ്ഡ് ആണ്. അപ്പോൾ 200,000 ഇൻറ്റു 20% എന്ന് പറയുമ്പോൾ 40,000 നമ്മൾ ഓൾറെഡി പെയ്ഡ് ആണ്. അപ്പോൾ ഈ 64,000 നമ്മുടെ 40,000 ഓൾറെഡി പെയ്ഡിനെ നമ്മൾ റെഡ്യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 64,000 മൈനസ് 40,000 എന്ന് പറയുമ്പോൾ 24,000 ആണ് നമ്മുടെ ആൻസർ. എല്ലാവർക്കും ഓക്കെ ആണോ? എല്ലാവർക്കും കിട്ടിയതാണോ ഈ ഒരു ആൻസർ എന്ന് പറയുന്നത്? ഫസ്റ്റ് ഓപ്ഷൻ. അപ്പോൾ എത്രയാണ് ഗ്രോസ് ചാർജബിൾ ട്രാൻസ്ഫർ മെയ്ഡ് ബൈ സോ ഓൺ 21 മാർച്ച് 2016 എന്ന് പറയുമ്പോൾ ഏതാണ് ആൻസർ? 24,000 ആണ്. എങ്ങനെ അസ്യൂം ചെയ്യുമ്പോഴാണ് നമുക്ക് നിൽ റേറ്റ് ബാൻഡ് ഒന്നും ഇല്ല എന്നുള്ള രീതിക്ക് അസ്യൂം ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മൾ ടേപ്പർ റിലീഫ്, ഓക്കെ, ഈ ടേപ്പർ റിലീഫ് നമ്മളിവിടെ എടുക്കാൻ മറന്നിട്ടുണ്ട് എങ്കിൽ നമുക്ക് ഈ ഒരു തെറ്റ് വരുമായിരുന്നു. അഥവാ ഈ 16,000 നമ്മൾ കുറക്കാൻ മറക്കുമായിരുന്നു. അഥവാ അത് നമ്മൾ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ 24,000 പ്ലസ് 16,000 ആവുമായിരുന്നു നമ്മുടെ ആൻസർ. അഥവാ 40,000 ആയി മാറുമായിരുന്നു ആൻസർ. പക്ഷെ അത് ഓപ്ഷനിലുണ്ട്, ബട്ട് നമുക്കത് കിട്ടുന്നത് റോങ് ആണ്, കാരണം നമ്മൾ ടേപ്പർ റിലീഫ് എടുത്തിട്ടില്ല. ഓക്കെ, അപ്പം അങ്ങനെ നമുക്ക് തെറ്റി വരാൻ ചാൻസ് ഉള്ള പലതും തരും. ബട്ട് സ്റ്റിൽ എല്ലാതും ഒന്ന് തിങ്ക് ചെയ്യാം. എത്ര വർഷമാണ്, ഏത് വർഷത്തിലാണ് കൊടുത്തത്, ഏത് വർഷത്തിലാണ് മരണപ്പെടുന്നത്, ഇതെല്ലാം നമ്മളും തിങ്ക് ചെയ്തിട്ട് വേണം ആൻസർ ചെയ്യാൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ദ പൊട്ടൻഷ്യലി എക്സംപ്റ്റ് ട്രാൻസ്ഫർ മെയ്ഡ് ബൈ ലൂക്ക് ഓൺ 7th March 2021? 7th March 2021 ഉള്ള ആ ഒരു ട്രാൻസ്ഫറിൻ്റെ എന്താണ്, പൊട്ടൻഷ്യലി എക്സംപ്റ്റ് ട്രാൻസ്ഫറിൻ്റെ വാല്യൂ എത്രയാണെന്നാണ് ചോദിക്കണത്. ഓക്കെ, ലൂക്ക് ഡൈഡ് ഓൺ 10th October 2022. 10th October 2022 ലൂക്ക് മരണപ്പെടുന്നത്. ലൂക്കിൻ്റെ വൈഫ് 25 July 2008 മരണപ്പെട്ടിട്ടുണ്ട്. ഓൺ 7th March 2021 ലൂക്ക് മെയ്ഡ് എ ക്യാഷ് ഗിഫ്റ്റ് 2,70,000 ടു ഹിസ് ഡോട്ടർ. ഓക്കെ, അത് ആ ഒരു ട്രാൻസ്ഫറിൻ്റെ പൊട്ടൻഷ്യലി എക്സംപ്റ്റ് ട്രാൻസ്ഫറിൻ്റെ വാല്യൂ ആണ് ചോദിക്കുന്നത്. 2,70,000 ആണ് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതെന്താണ്, മാർച്ച് 21 22 മരണപ്പെടുകയും ചെയ്തിരിക്കണം. അപ്പോൾ അതെന്തായാലും നമുക്ക് ചാർജബിൾ ആണ്. ബട്ട് നമുക്ക് എന്തുണ്ട്, എക്സംഷൻസിൻ്റെ കേസ് കുറച്ച് ഇവിടെ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് പറയുന്നത്? ഡോട്ടർക്ക് വെഡ്ഡിങ് ഗിഫ്റ്റ് ആയിട്ടാണ് പേയ്മെൻറ്റ് നടത്തണതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഡോട്ടർക്ക് വെഡ്ഡിങ് ഗിഫ്റ്റ് ആയിട്ട് പേയ്മെൻറ്റ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു എക്സംഷൻ എന്ന് പറയുന്നത് ഏതാ? മാരേജ് എക്സംഷൻ. ഈ മാരേജ് എക്സംഷൻ പാരൻസിൻ്റെ കേസിൽ നമുക്ക് എത്ര വരെ, അപ് ടു എത്ര വരെയാണ് നമുക്ക് കുറക്കാൻ പറ്റുന്നത്? നമുക്കറിയാം 5,000 വരെയാണ് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാൻ ഓക്കെ ആയിട്ടുള്ളത്. പിന്നെ നമുക്ക് എന്ത് കുറക്കാം? കറണ്ട് ഇയറിൽ ആനുവൽ എക്സംഷൻ കുറക്കാം, പ്രീവിയസ് ഇയറിൽ ആനുവൽ എക്സംഷൻ കുറക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 2,70,000 മൈനസ് 5,000 മൈനസ് 3,000 മൈനസ് 3,000 നമുക്ക് എത്ര? 2,59,000 കിട്ടും. ഇൻറ്റു നമ്മൾ എത്ര പെർസെൻറ്റേജ് ആണ് ടാക്സ് കൊടുക്കുന്നത്? സോറി, നമുക്ക് പൊട്ടൻഷ്യലി എക്സംപ്റ്റ് ട്രാൻസ്ഫറിൻ്റെ വാല്യൂ എത്രയാണെന്നേ ചോദിക്കുന്നുള്ളൂ, അല്ലാതെ ടാക്സബിൾ എമൗണ്ട് എത്രയാണ് നമ്മൾ ചാർജ് ചെയ്തത്, അല്ലെങ്കിൽ എത്രയാണ് ടാക്സ് കൊടുക്കേണ്ടത്, IHT പേയബിൾ എത്രയാണെന്ന് നമുക്ക് ചോദിച്ചിട്ടില്ല, എത്രയാണ് IHT ലയബിലിറ്റി നമ്മൾ ചോദിച്ചിട്ടില്ല. പൊട്ടൻഷ്യലി എക്സംപ്റ്റ് ട്രാൻസ്ഫർ എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. 2,70,000 ഉണ്ടായിരുന്നു. മാരേജ് എക്സംഷൻ 5,000 കുറച്ചു, കറണ്ട് ഇയർ ആനുവൽ എക്സംഷൻ കുറച്ചു, പ്രീവിയസ് ഇയർ ആനുവൽ എക്സംഷൻ കുറച്ചു. അപ്പോൾ നമുക്ക് ബാലൻസ് 2,59,000 ആണ്. ഓക്കെ, 2,59,000 ആണ് നമുക്ക് റൈറ്റ് ആൻസർ. ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് ലൂക്സ് വൈഫ്
nil rate band which could be transferred and used in calculating the IHT on Luke's death. Luke's death. What is the amount of Luke's wife nil rate band? Luke's wife nil rate band which could be transferred and used in calculating Luke's death. Luke's death ബന്ധപ്പെട്ടിട്ട് നമുക്ക് ലൂക്കിൻ്റെ വൈഫിൻ്റെ അടുത്ത് നിൽ റേറ്റ് ബാൻഡ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ സ്പൗസ് നേരത്തെ മരണപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആളുടെ അൺയൂസ്ഡ് നിൽ റേറ്റ് ബാൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റേ പാർട്ട്ണറിൻ്റെ കയ്യിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും എന്നുള്ളത്. അത് എത്രയാണ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ആ നിൽ റേറ്റ് ബാൻഡ് എത്രയാണ് കിട്ടുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ലൂക്കിൻ്റെ വൈഫിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മുതലാണ് പറയണത്. On her death, Luke's wife had left 2,40,000 to their daughter. Okay, daughterക്ക് 2,40,000 കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. And the remainder of her estate to Luke. Lukeന് remainder estate കൊടുത്തിട്ടുണ്ട്. She made no lifetime transfer. The nil rate band for the tax year 2008 and 9. 2008 and 9 എത്രയാണ് അവർക്ക് നിൽ റേറ്റ് ബാൻഡ് അവൈലബിൾ ആയിട്ടുള്ളത്? 3,12,000 ആണ് നിൽ റേറ്റ് ബാൻഡ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ എത്ര ഓൾറെഡി എന്തുണ്ട്, ലൂക്കിൻ്റെ വൈഫ് എസ്റ്റേറ്റ് ഡോട്ടർക്ക് ഗിഫ്റ്റ് ചെയ്തതുണ്ട്. ഓക്കെ, അപ്പം അത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2,40,000 എന്തായാലും നമുക്ക് കിട്ടില്ല, കാരണം ഓൾറെഡി അത് കൊടുക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു 2,40,000 കുറച്ച് കഴിഞ്ഞാൽ ബാലൻസ് നമുക്ക് 72,000 ആണ് ഉള്ളത്. ഈ 72,000 പ്രൊപ്പോർഷനാണ്, അഥവാ ഈ 3,12,000 72,000 പ്രൊപ്പോർഷനാണ് നമ്മൾ ആർക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഈ ലൂക്കിന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത്. അപ്പം നമ്മളത് എങ്ങനെ കണ്ടുപിടിക്കുക? 3,25,000 ആണ് നിൽ റേറ്റ് ബാൻഡ്. അതിൽ ഈ ആൾക്ക് ബാലൻസ് ആയിട്ടുണ്ടായിരുന്നത് 3,12,000 ആണ്. അതിൽ ഓൾറെഡി ഈ 2,40,000 നമ്മൾ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 72,000 ആണുള്ളത്. അപ്പോൾ ആ ഒരു പ്രൊപ്പോർഷനിലാണ് നമുക്ക് അത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 3,25,000 ഇൻറ്റു 72,000 ഡിവൈഡഡ് ബൈ 3,12,000 ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ 75,000 ആണ് കിട്ടുക. ഓക്കെ, ഓപ്ഷൻ എ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു പോർഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ആർക്കെങ്കിലും കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആ ഒരു കമ്മ്യൂണിറ്റി പേജിൽ നമുക്ക്, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ പോസ്റ്റ് ചെയ്യുന്നതാണ്. വാട്സപ്പ് കമ്മ്യൂണിറ്റി ചാനലിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് പോസ്റ്റ് ചെയ്യുന്നതാണ്. ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് നിങ്ങൾ ക്വസ്റ്റ്യൻസ് എടുക്കുക. ഏത് ക്വസ്റ്റ്യൻ ആണ് ഡൗട്ട് എന്നുള്ളത് നിങ്ങൾ ഷെയർ ചെയ്യുക. ഡൗട്ട്സ് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ താങ്ക് യു, ബൈ.